പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇവിടെ നിങ്ങളുടെ നാളെയിൽ 1199 കർക്കടക മാസം 15-ാം തീയതി, അതായത് 2024 ജൂലൈ 30-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നാളെ ചൊവ്വാഴ്ച തൃശ്ശൂരിനെ ആധാരമാക്കി ഉദയം കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:45. നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച ഉദയം 6:17 ആകയാൽ വൈകിട്ട് 3:17 മുതൽ 4:47 വരെയുള്ള സമയം രാഹുകാലമായി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാലത്ത് 10:30 വരെ. 10:30 ശേഷം രോഹിണി നക്ഷത്രവുമാകുന്നു. സാധാരണ ചൊവ്വാഴ്ചകളിൽ ഒരു ശുഭകാര്യങ്ങളും ചെയ്യാനും അനുഷ്ഠിക്കുവാനും പാടില്ല എന്ന് ജ്യോതിഷികൾ ഉപദേശിക്കുന്നു. പലപ്പോഴും ചൊവ്വ എന്ന ഗ്രഹത്തിന് സംസ്കൃതത്തിൽ മംഗളഹ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മംഗളം ചെയ്യുന്ന ആളാകുന്നു ചൊവ്വ. പക്ഷേ സാധാരണ വിവാഹ തീരുമാനങ്ങൾക്കോ യാത്രകൾക്കോ അല്ല പ്രധാനപ്പെട്ട സന്ധി സംഭാഷണങ്ങൾക്കോ നാം ചൊവ്വാഴ്ചയെ സ്വീകരിക്കാറില്ല. കാരണം കുജകലഹകൃത്, ചൊവ്വ കലഹമുണ്ടാക്കുന്ന ഗ്രഹമാകുന്നു. എന്നാലും പലപ്പോഴും ചൊവ്വാഴ്ചയായാലും അല്ലെങ്കിൽ ശനിയാഴ്ചയായാലും പല ശുഭകാര്യങ്ങളും നാം ചെയ്യേണ്ടി വരും. ഈ ഘട്ടത്തിൽ തന്നെ കാലത്ത് 10:30 വരെയുള്ള കാർത്തിക നക്ഷത്രം ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാൻ പാടില്ല. കൃത്രികാ ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാജ രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിരച്യത എന്ന് പ്രമാണമാണ്. ഇവിടെ കാർത്തിക, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ വാങ്ങാനും കൊടുക്കുവാനുമുള്ള നക്ഷത്രമല്ല. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും കാർത്തിക നക്ഷത്രം നാം ഉപയോഗിക്കാറില്ല. 10:30 ശേഷം രോഹിണിയാണെങ്കിൽ ചൊവ്വാഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായി സ്വീകരിക്കാൻ പറ്റുന്ന നക്ഷത്രമാകുന്നു. വിവാഹ തീരുമാനമായാലും ചോറും നക്ഷത്രമായാലും രോഹിണിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നൽകുന്നുണ്ട് നമ്മുടെ ആചാര്യർ. അതിനാൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സ്ഥിതി സംജാതമാവുകയാണെങ്കിൽ കാലത്ത് 10:30 മുതൽ 11:30 വരെയുള്ള സമയം സ്വീകരിക്കാം. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 1:35 മുതൽ 2:15 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. നാളെ നിങ്ങളുടെ പ്രാർത്ഥന കാലത്ത് 10:30 മണി വരെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കാർത്തികയുടെ അധിപതിയായ ഗ്രഹം സൂര്യനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യൻ ശിവനാകുന്നു. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയ മന്ത്രവും ശ്രവിക്കുക. നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ, ഊർജം നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. നാളെ വൈകിട്ട് 5 മണി മുതൽ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാകുന്നു. ഏറ്റവും ശക്തമായ കൃഷ്ണൻ്റെ സാന്നിധ്യമുള്ള തിഥിയാകുന്നു കൃഷ്ണപക്ഷ ഏകാദശി. അതിനാൽ ഏകാദശി വ്രതം നിങ്ങൾക്ക് എടുക്കാം. കൃഷ്ണക്ഷേത്രത്തിൽ വൈകിട്ട് നാളെ സന്ദർശിക്കാം. ഓം ശ്രീകൃഷ്ണായ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് കൃഷ്ണക്ഷേത്രത്തിൽ ജപിക്കാം. അതേ രീതിയിൽ കൃഷ്ണന് പ്രിയപ്പെട്ട തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം നിങ്ങൾക്ക് കാലത്ത് തന്നെ ഷീട്ടാക്കാം. ആ രീതിയിൽ കൃഷ്ണനുമായി വളരെ അടുക്കുവാൻ ശ്രമിക്കുക. കൃഷ്ണപക്ഷ ഏകാദശി തിഥിയുടെ പ്രാധാന്യം എന്തെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയാമോ? ഏകാദശി എന്നാൽ 11ാമത്തെ എന്നാണ് അർത്ഥം. ഈ 11 എന്നാൽ നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടെയുള്ളതാകുന്നു ഏകാദശി. അതിനാൽ ഈ തിഥി കൃഷ്ണന് വളരെ പ്രിയപ്പെട്ട തിഥിയാകുന്നു. ഏകാദശി വ്രതം വളരെയധികം കൃഷ്ണൻ്റെ സാന്നിധ്യവും ചൈതന്യവും നിങ്ങളിലേക്ക് പ്രവഹിക്കുവാൻ ഇടവരുത്തുന്നു. അതിനാൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഓരോ കൃഷ്ണഭക്തനും വളരെ അനുകൂലമാണ്. ഞങ്ങൾ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താം. ഒരു യാത്ര ചെയ്യണമോ, അതല്ല നാളെ വല്ല ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും, ഇതിനൊക്കെ അനുകൂലമായ 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഡോക്ടർ മാരാർജി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളിത് കാണുക, ഉൾക്കൊള്ളുക. നന്ദി, നമസ്കാരം.